സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. പ്രവീൺ റാണയുടെ പോലീസ് ബന്ധത്തിൽ അന്വേഷണം ശക്തമാക്കുന്നു. അതേസമയം റാണ തട്ടിയെടുത്ത പണം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണൂർ ബ്രാഞ്ചിലും തട്ടിപ്പ് നടന്നെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. അതേസമയം സേഫ് ആൻഡ് സ്ട്രോങ്ങിൽ 10 ലക്ഷത്തിന്റെ ഓഹരിയും 71 ഗ്രാം സ്വർണവും ഉണ്ടെന്ന് റാണ ഇന്നലെ പോലീസിന് മൊഴി നൽകിയിരുന്നു. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. പോസ്റ്റ് ഓഫീസ് റോഡിലെ പാണഞ്ചേരി ടവറിലുള്ള ധനവ്യവസായ ബാങ്കേഴ്സ് ഉടമകളാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് നടത്തി കോടികൾ കൈക്കലാക്കിയ ദമ്പതികൾ സ്ഥാപനം പൂട്ടി ഒളിവിൽ പോയി. കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. 15 മുതൽ 18% വരെ പലിശ വാഗ്ദാനം ചെയ്താണ് ദമ്പതികൾ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയത്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ധനവ്യവസായ ബാങ്കേഴ്സ്, ധനവ്യവസായ സ്ഥാപനം എന്നീ പേരുകളിലുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. ജോയിഡി പാണഞ്ചേരി, ഭാര്യ റാണി എന്ന കൊച്ചുറാണി തുടങ്ങിയവരാണ് തട്ടിപ്പ് നടത്തിയത്. 200ഓളം നിക്ഷേപകരുള്ള സ്ഥാപനത്തിൽ 100ഓളം പേർ ഇതിനോടകം പരാതി നൽകിയതായി നിക്ഷേപകർ പറയുന്നു. ഇതിനെതിരെ 10-100ഓളം ആൾക്കാർ ഈ തൃശൂർ ഈസ്റ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഒരു കേസ് വലപ്പാട് പോലീസ് സ്റ്റേഷനും എടുത്തിട്ടുണ്ട്. അതിൽ ഈ ജോയിഡി പാണഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണിയും അദ്ദേഹത്തിൻ്റെ മകൻ ഡേവിഡ് പാണഞ്ചേരിയും പ്രതികളാണ്. ഇതിന് പുറമെ ഇവർ ഒരു ഇൻഷുറൻസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പേപ്പർ സൂട്ട് അത് തൃശ്ശൂർ സബ് കോടതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ പറയുന്നത് 177 പേർക്ക് അദ്ദേഹം പൈസ കൊടുക്കാനുള്ളതാണ്. ഇത് ഏകദേശം 60 കോടിയോളം വരും. ഒരാഴ്ച മുമ്പാണ് ദമ്പതികൾ സ്ഥാപനം പൂട്ടി ഒളിവിൽ പോയത്. കണിമംഗലം സ്വദേശിയുടെ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. വലപ്പാട് സ്റ്റേഷനിൽ ജോയിയുടെ മകൻ ഡേവിഡിനെതിരെയും പരാതിയുണ്ട്. 4 മാസം മുൻപ് വരെ കൃത്യമായി മുതലും പലിശയും നൽകി കൂടുതൽ നിക്ഷേപകരെ സ്ഥാപനം ക്ഷണിച്ചിരുന്നു. കൂലിപ്പണിക്കാർ മുതൽ സമ്പന്ന വ്യവസായികൾ വരെ ദമ്പതികളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇപ്പോഴും പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 250 കോടിയോളം രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളതായാണ് നിക്ഷേപകർ പറയുന്നത്. പരാതി കൊടുത്തവരും കൊടുക്കാത്തവരും വെച്ചിട്ട് ഒരു 250 കോടിക്ക് മേലെ ആള് ഈ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരാതി കൊടുത്തവര് ഏകദേശം 5 കോടിയുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. 5 കോടി കവിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നെന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ. അതേസമയം ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇരുവരും മുങ്ങിയതെന്നാണ് സൂചന. ഇതിനിടെ ജോയ് കോടതിയിൽ IP പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും നിക്ഷേപകർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.